ഗായ്സ് പോപ്പി വെല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചേമ്പ് വെച്ചിട്ട് ഒരു കാലിനാണ് റെഡിയാക്കാൻ പോണത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇട്ട ചേമ്പ് ഇത് മൊത്തത്തിൽ മാന്തണില്ല, നമുക്ക് കാള വയ്ക്കാൻ മാത്രം ഒരു 3-4 പീസ് മാന്തി എടുക്കുന്നുള്ളൂ. അപ്പോൾ സൈഡൊന്ന് കൊത്തി വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാന്തി എടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ടിട്ട് അത് പൊട്ടിച്ചെടുക്കുക. ചേമ്പെല്ലാം മാന്തി എടുത്ത് അപ്പോൾ നന്നാക്കി വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിലത്തെ ചളിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിമത്തെ തോലൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ചേമ്പെല്ലാം അതാ നന്നാക്കി ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ഇത് ചെറിയ സ്പൂണാണ് കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലും കൂടെ പൊട്ടിച്ചെടുക്കാണ്. ഇനി ഈ കറിക്ക് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ചിരവിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കറിയിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഒരു മുറി തേങ്ങയാണ്. ഇതിലേക്ക് ഞാൻ 1/4 സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കാൻ പോവാണ്. 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി, കറിവേപ്പിലിൻ്റെ 3 ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് നന്നാക്കി അടിച്ചു കൊണ്ടുവരാം. ഇത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് അടിക്കുന്നത്. ഇനി തേങ്ങയിലേക്ക് ഞാൻ 1 സ്പൂണ് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടാട്ടോ അടിച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ചേമ്പെല്ലാം വെന്തിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിയെല്ലാം ഇറക്കി വെച്ചിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ തൈരിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കറി പുളിയെല്ലാം ഉണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ഞാൻ കടുക് പൊട്ടിക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 2 സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂണ് ഉലുവ, ഇത് ഉണങ്ങിയ കാന്താരി മുളകാണ്, കുറച്ച് കറിവേപ്പില, കുറച്ച് മുളക് വഴിട്ടെടുക്കാം. ഇനി ഇത് നന്നാക്കി മൂത്ത് വന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കൂട്ടി കഴിക്കട്ടോ. ഇത് കളർ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കറി ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ കറിയെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മത്തി പൊരിച്ചതാട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ ചേമ്പ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.